കേരള സംസ്ഥാന സർക്കാരിൻ്റെയും വനം വന്യജീവി വകുപ്പിൻ്റെയും പ്രസ്താവനകളും നിർദ്ദേശങ്ങളുമല്ല, ശക്തമായ വന്യജീവി സംഘർഷ പ്രതിരോധമാണ് വേണ്ടത് എന്ന് AKCC ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KP സാജു കൊല്ലപ്പള്ളിൽ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാട് വിട്ട് നാട്ടിലിറങ്ങുന്ന കാട്ടാനകളാൽ നാട്ടിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഈ സർക്കാർ അധികാരമേറ്റ് ഒരു മാസം തികയുന്നതിന് മുൻപേ കാട്ടാന ആക്രമണത്തിൽ 2 മനുഷ്യജീവനാണ് വയനാടിന് നഷ്ടമായത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ KP സാജു കൊല്ലപ്പള്ളിൽ, AKCC ഗ്ലോബൽ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കറിയാം, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ ആഗ്രഹിച്ചു, അതുമല്ലെങ്കിൽ പ്രതീക്ഷിച്ചു, മലയോര മേഖലകളിലുള്ള ഈ വന്യജീവി സംഘർഷം, വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്ന സാഹചര്യമൊക്കെ ഇല്ലാതാകും എന്ന്. ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ അതേ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ മരണങ്ങളാണ്, വന്യജീവി ആക്രമണങ്ങളാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? രൂക്ഷമായ വന്യമൃഗശല്യമാണ് നമ്മുടെ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യജീവൻ ധാരാളം നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു പുതിയ ഗവൺമെന്റ് വന്നിരിക്കുകയാണ്. പുതിയ ഗവൺമെന്റ് വന്നു, പുതിയ മിനിസ്റ്റർ വന്നു. പക്ഷേ ഈ കഴിഞ്ഞ 1-2 മാസം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ പൊളിറ്റിക്കൽ ഹെഡ് മാത്രം മാറുന്നു. ഈ ഉദ്യോഗസ്ഥ ബ്യൂറോക്രാറ്റുകളുടെ നേരത്തെയുള്ള അതേ മനോഭാവത്തോടുകൂടി തുടരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മിനിസ്റ്റർ തലത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുമ്പോഴും അത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അതിന് മാറ്റമുണ്ടാവണം. ജനപക്ഷത്ത് നിൽക്കുന്ന ലീഡേഴ്സ് ഉണ്ടാവുകയും അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ, പൊളിറ്റിക്കൽ ഹെഡിന് മിനിസ്റ്റർ അല്ലെങ്കിൽ ഈ ബ്യൂറോക്രാറ്റുകളുടെ തലത്തിൽ തന്നെ ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് കഴിയുകയും ചെയ്യണം. മാത്രമേ ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ല എങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ ഒരു തുച്ഛമായ തുക കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും ഈ വന്യമൃഗ ആക്രമണത്തിനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുകയാണ്. കോടികൾ ചെലവഴിച്ച് വേലികളൊക്കെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ ഫെൻസിങ് ഒന്നും ഇഫക്റ്റീവ് അല്ല. മറിച്ച് അതൊക്കെ പേരിന് മാത്രം പണം ചെലവഴിക്കാൻ വേണ്ടി നടത്തുന്ന ചില അഭ്യാസ പ്രകടനങ്ങൾ മാത്രമായിട്ടാണ് ഫലത്തില് നമുക്ക് അനുഭവത്തിൽ വരുന്നത്. ഇന്ന് വയനാട് മാത്രമല്ല, കേരളത്തിന്റെ ഒരു ഭാഗവും വന്യജീവിയുടെ ആക്രമണത്തിൽ നിന്ന് മുക്തമല്ല. ഒരു ദിവസം പോലും നമ്മൾ മീഡിയയിലൂടെ, പ്രിന്റ് മീഡിയ ആവട്ടെ, ഇലക്ട്രോണിക് മീഡിയ ആകട്ടെ, ഏത് മീഡിയമാകട്ടെ, ആ മീഡിയയിലൂടെ വന്യമൃഗ ആക്രമണത്തിലൂടെ ജനങ്ങൾ കൊല്ലപ്പെടുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഓരോ പ്രഭാതവും വിടരുന്നത്. അപ്പോൾ ജീവിതം വളരെ ദുസ്സഹമാവുകയാണ്. ഈ സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ പ്രതീക്ഷ, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഭരണകൂടം ഉയരണം. ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ അനുയോജ്യമായ വിധത്തിൽ കൊണ്ടുവരാനായിട്ട് പൊളിറ്റിക്കൽ തലത്തിലുള്ള പൊളിറ്റിക്കൽ ഹെഡിന് ഉറച്ച തീരുമാനം ഉണ്ടാവണം. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, വളരെ ധാരാളം വന്യജീവികൾ പെരുകുന്നുണ്ട്. ഇന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ കാട്ടുപന്നിയുടെ പേരിലെ കാട്ട് എന്നുള്ള പേരെടുത്ത് മാറ്റണം. കാരണം അവ ഇന്ന് അധികം നാട്ടിൽ തന്നെയാണ് പെരുകി വളരുന്നത്. അതിന്റെ സംഖ്യ എത്ര അതിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താനുള്ള ഉപാധികള് വളരെ തുച്ഛമായത് മാത്രമാണ് പറയുന്നത്. അതൊന്നും ഫലത്തിൽ പ്രായോഗികവുമല്ല. എന്നാൽ അറിയാം, പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ജീവിക്കുന്ന ഇതേ പ്ലാനറ്റിൽ തന്നെ ഉള്ളവരാണല്ലോ മറ്റു രാജ്യങ്ങളും. അവിടെയൊക്കെ വന്യമൃഗത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുമ്പോഴും കൃത്യമായ രൂപത്തിലുള്ള അവയെ നിയന്ത്രിക്കുന്നുണ്ട്. ആ നിയന്ത്രണ ഉപാധികൾ അവർ വളരെ സയന്റിഫിക് ആയിട്ടാണ് നടത്തുന്നത്. ഇവിടെ ഒരു സാധ്യതയും നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് പരിശോധിക്കുന്നില്ല. ഇവിടെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാനായിട്ട് പഠിക്കാൻ ഹോളണ്ടിലേക്കൊക്കെ പോയ ടീമുകളുണ്ട്. ഓരോ സാധ്യതകളും പഠിക്കാനായിട്ട് ഒരു കാലഘട്ടത്തിൽ പുറത്തേക്ക് പോകുമായിരുന്നു. അതിന്റെ യാതൊരു ടെക്നോളജിയൊക്കെ വളർന്നപ്പോൾ മറ്റ് രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ എന്താണെന്ന് മനസ്സിലാക്കി ഇവിടെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് പറ്റായി കൊണ്ടല്ല, വേണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ്. കാരണം അതിന് കൃത്യമായ പക്ഷേ ഈ കാർബൺ ഫണ്ടിൽ നിന്നൊക്കെയുള്ള വലിയ തുകയും ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അഫോറസ്റ്റേഷനുടെ വനവൽക്കരണത്തിലൂടെ ഒരു പ്രദേശത്തെ പിടിച്ചെടുത്ത് അവിടുത്തെ ജനതയെ സ്വയം എവിക്റ്റ് ചെയ്തു പോകാനായിട്ട്, സ്വയം അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് പ്രഷർ ചെലുത്തുന്നതിന്റെ ഭാഗമാണോ ഇതൊന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രമാത്രം ഇവയുടെ സംഖ്യ വർദ്ധിച്ചിട്ടും അതിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഉപാധിയും ഉണ്ടാകുന്നില്ല. വനത്തെയും കാടിനെയും നാടിനെയും കൃത്യമായി വേർതിരിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ
വ്യവസ്ഥിതിയിൽ നിലനിർത്താനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. അതിനുള്ള കൃത്യമായ മാർഗങ്ങളുണ്ട്, രീതികളുണ്ട്. പക്ഷെ അതൊന്നും അവലംബിക്കാതെ ഈ തൂക്ക് ഫെൻസിങ് കൊണ്ടും റെയിൽ ഫെൻസിങ് കൊണ്ടും ഒക്കെ കാണിക്കുന്ന അഭ്യാസങ്ങള് ഒന്നും ചിലപ്പോന്നില്ല. അതിനെ മറികടന്നുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരികയും ജീവിതം ദുസ്സഹമാവുകയും ചെയ്യും. അത് കാർഷിക മേഖല ആകെ തകർന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. അവർ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. ഒരൊറ്റ രാത്രിയിൽ വന്യമൃഗങ്ങളുടെ പ്രവേശനത്തിലൂടെ ആനയും മറ്റു മൃഗങ്ങളും കയറി ഈ കഷ്ടപ്പെട്ട ഒരു വർഷത്തിലധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ, വർഷങ്ങളെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നാണ്യവിളകളും നാണ്യവിളകളും തന്നാണ്ട് വിളകളും ഒക്കെ നശിപ്പിച്ചു പോകുമ്പോൾ അവന്റെ ജീവിതം ദുസ്സഹമാവുകയാണ്. ഈ അടുത്ത നാളിൽ പുൽപ്പള്ളിക്കടുത്ത മൂന്നുപാലം എന്ന് പറയുന്ന സ്ഥലത്ത് പുലി 5 ആടുകളെ, 3-4 വീടുകളിലായിട്ട് 5 ആടുകളെ കൊന്നു തിന്നു. അതിന്റെ ഒരു വലിയ വിഷമം പറയുന്നത്, ഒന്ന് അവരുടെ ജീവിതത്തിലുള്ള ഉപാധിയായ ഈ കർവാമൃഗങ്ങളെ, ആടിനെ പശുവിനെയൊക്കെ കൊന്നു മാത്രവുമല്ല അവന്റെ ജീവനും അപകടത്തിലാണ്. ഏത് സമയമാണ് ഈ ഹിംസ്രജീവി അവന്റെ മേലെ ചാടി വീഴുക എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ തന്റെ ജീവനോപാധിക്ക് മാത്രമല്ല നാശം ഉണ്ടാകുന്നത്, വിളകൾക്ക് മാത്രമല്ല നാശം ഉണ്ടാകുന്നത്, അവന്റെ ജീവനം. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ തുക കോമ്പൻസേഷനായി കൊടുത്തുകൊണ്ട് അതിനെ തളർത്തുന്ന രീതി ഭരണകൂടത്തിന്റെ ഭാഗത്ത് അതുണ്ടാവാനായിട്ട് കൃത്യമായ രീതികളിലൂടെ, ശാസ്ത്രീയമായ രീതികളിലൂടെ ഈ മൃഗങ്ങൾ പെറ്റുപെരുകുന്നതിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഉപാധികൾ ഉണ്ടായിട്ടുണ്ടായി ജനങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ കാണുന്ന രൂപത്തിലായിരിക്കില്ല, അതിനായിട്ട് പ്രതികരിക്കും. കാരണം അവർക്ക് ഇനി ഒരു സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് എവിക്റ്റ് ചെയ്ത് പോകാനില്ല. 40 സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒക്കെ ശേഷം നമ്മുടെ സെൻട്രൽ ട്രാവൻകൂർ ഭാഗത്തൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് മലബാർ പ്രദേശത്തേക്കൊക്കെ ജനങ്ങൾ കുടിയേറി വരികയും അവർക്ക് ജീവിക്കാനുള്ള ഉപാധിയൊക്കെ ഗവൺമെന്റ് വെച്ചു കൊടുക്കുകയും സഹായമൊക്കെ കൊടുക്കുകയും. ഇനി ഇവിടെ നിന്ന് ഒരു ഇറങ്ങിപ്പോക്ക് അങ്ങോട്ടേക്ക് സാധ്യമാവില്ല. അവരുടെ ജീവിതപരമായി മുമ്പോട്ടേക്ക് പോകാൻ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 21 അനുസരിച്ച് മാന്യമായി അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തെ നിവർത്തിച്ചു തരാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട് എന്നാണ് പറയാനുള്ളത്. അത് വന്യമൃഗങ്ങളാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ കൊല ചെയ്യപ്പെടേണ്ടവരല്ല ശ്രേഷ്ഠമായ മനുഷ്യജന്മം. അതിന് അതിൻ്റെതായ വില കൊടുത്തുകൊണ്ട്, അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അവരെ ഇവിടുത്തെ ഉപാധികൾ ഭരണകൂടം തീർച്ചയായിട്ടും സ്വീകരിക്കണം. മറ്റൊരു കാര്യം നമുക്കറിയാം, മൃഗസംരക്ഷണത്തിനാണെങ്കിലും വനസംരക്ഷണത്തിനടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യനെ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനൊക്കെ വനം വകുപ്പ് വളരെ കൃത്യമാണ്, ഫണ്ടുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ മനുഷ്യരുടെ കാര്യത്തിലേക്ക് വരുമ്പം ഭരണം മാറിയാലും മന്ത്രി മാറിയാലും ഒരു മെച്ചവുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് എന്താണെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? അതായത് ഞാൻ ആദ്യം നമ്മള് ഭരണം ഇപ്പൊ LDF, UDF, LDF ഇങ്ങനെ ഈ സംവിധാനം മാറുന്നു എന്നുള്ളതല്ലാതെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ തോപ്പ് തലത്തിൽ ആ ഹൈറാർക്കിയുടെ മേലെ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അല്ല, എന്തുകൊണ്ടാണ്? കാരണം മന്ത്രിക്ക് നേരിട്ട് ഇടപെടാവുന്നതാണ് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. കാരണം മന്ത്രിക്ക് ഒരു ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ, കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ തലപ്പത്ത് എന്താണെങ്കിലും ഒരുപാട് ഉദ്യോഗസ്ഥരില്ലല്ലോ കാണാനൊന്നും. അപ്പോൾ മന്ത്രിക്ക് കൃത്യമായിട്ട് ഇടപെടാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റം പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? മന്ത്രിക്ക് കാര്യക്ഷമത ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും ഇതിന് മുൻപത്തെ മിനിസ്റ്ററുള്ളതാണല്ലോ. സ്വാഭാവികമായിട്ടും പുതിയ ആളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇടപെടലുകളാണ്. അവിടെ ഈ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വൻ നിയമങ്ങളുടെ വശങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ എക്സ്പേർട്ടുകളല്ലാത്ത പൊളിറ്റിക്കൽ ഹെഡിനെ ഇവര് ഒരു ഷെയ്ഡിൽ നിർത്തും. 1972 വനനിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് നമ്മൾ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ അത് തദ്ദേശ ഭരണത്തിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ആ കാര്യത്തിൽ ഇടപെടാമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റേതായിട്ടുള്ള ഒരു വ്യാഖ്യാനം വരുന്നു. അതിനെ സംബന്ധിച്ച് ഇവിടെ 2004 വലിയൊരു സംഭവം ഉണ്ടായത് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. ഒരു കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും കടുവ പശുവിനെ കൊണ്ട് ടൗണിൽ വരികയും ഒപ്പം അജീഷ് എന്ന് പറയുന്നതും പോൾ എന്ന് പറയുന്ന പാക്കത്തും അതേപോലെ തന്നെ പയ്യമ്പള്ളിയിലും വെച്ച് കൊലയൊക്കെ നടത്തി ആനകൾ കൊല ചെയ്ത സംഭവങ്ങൾ ഒരുമിച്ച് വന്ന അവസരത്തില് വലിയ പ്രക്ഷോഭം പുൽപ്പള്ളിയിലുണ്ടായി. ധാരാളം ആൾക്കാരുടെ കേസ് വരികയൊക്കെ. അന്ന് ഇവിടെ സന്ദർശിച്ച കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ മന്ത്രിയെ നേരിട്ട് കാണാൻ എനിക്ക് അവസരം കിട്ടിയതാണ്. അദ്ദേഹത്തിന് നിവേദനം കൊടുത്തപ്പോൾ ഞാൻ സംസാരിച്ചു, സാർ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം വേണമല്ലോ.
അദ്ദേഹം എന്നോട് പറയുന്നത്, സർ അതിനുള്ള ഉപാധി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. 1972 വന അനുസരിച്ച് നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങുന്ന ജനങ്ങൾക്ക് ഉപദ്രവകരിയാവുന്ന മൃഗങ്ങളെ നിയന്ത്രിച്ചു നിർത്താനും ആവശ്യമെന്നുകൊണ്ടാൽ അവയെ ഷൂട്ട് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കൈയൊഴിഞ്ഞു. അതേസമയത്ത് സ്റ്റേറ്റിനോട് ചോദിക്കുമ്പോൾ പറയുന്നത് 2018 ഭേദഗതി വരുത്തിയ ആക്ട് പ്രകാരം അങ്ങനെ ചെയ്യുന്നതിന് സ്റ്റിപ്പുലേഷൻസ് വെച്ചിട്ടുണ്ട്, കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ ചെയ്യുക പ്രായോഗികമല്ല എന്നാണ്. അതിന്റെ ഫലം എന്ന് പറയുന്നത് രണ്ട് ഗവൺമെന്റുകളും, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവട്ടെ ഗവൺമെന്റ് ആവട്ടെ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇട്ട് തട്ടിക്കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന മിനിസ്റ്റർക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ മുഴുവൻ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ പറയുന്ന DFO ലെവലുള്ള അല്ലെങ്കിൽ ഫോറസ്റ്റ് കൺസർവേറ്റർ CCFനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് ബോധ്യപ്പെടായൊന്നുമില്ല. ഇവിടേക്കാണ് നമ്മൾ നേരത്തെ സംശയിക്കുന്ന ഈ ഫണ്ടിന്റെ കാര്യങ്ങളിലേക്കൊക്കെ വരിക. കാർബൺ ഫണ്ടിന്റെയൊക്കെ സാധ്യതകൾ വരുമ്പോൾ ആ സാധ്യതകൾ ഒരുപക്ഷെ ഈ ഭാഗത്ത് ജനങ്ങൾ ജീവിക്കാൻ പറ്റാതെ ഒരു സാഹചര്യം വരുമ്പോൾ അവർ സ്വയം ഇറങ്ങി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അങ്ങനെ ഈ വയനാട് അടക്കമുള്ള മേഖലയെ നമ്മുടെ ലങ്സ് ആക്കി മാറ്റാം, ശ്വാസകോശമാക്കി മാറ്റാൻ ധാരണയാണ് ഉണ്ടാവുക. അതൊന്നും പ്രായോഗികമല്ല. ഇച്ഛാശക്തിയുള്ള മിനിസ്റ്റേഴ്സ് വന്നാൽ തീർച്ചയായിട്ടും ഇതിന് മാറ്റം ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു ചില സ്റ്റിപ്പുലേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി ഇതിനെ എതിർക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഇടതുപക്ഷമായിരുന്നപ്പോൾ ഇടതുപക്ഷത്തിന് അങ്ങനെ എന്തെങ്കിലും സ്റ്റിപ്പുലേഷൻസ് പേടിയുള്ള ഒരു പാർട്ടി ആയിരുന്നോ അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവർക്ക് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും എന്നുള്ളതറിയാം. ഈ പറയുന്ന മന്ത്രി ഷിബു ബേബി ജോണിനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ എന്തെങ്കിലും കാര്യം റെസ്ട്രിക്ഷൻ പറഞ്ഞ നിയമം കാട്ടി പേടിപ്പിച്ച് ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരാളാണ് എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും LDFന്റെ ആണെങ്കിലും UDFന്റെ ആണെങ്കിലും ഈ അവരുടെ നയം നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. അവർക്ക് എന്ത് നിയമത്തിൻ്റെ തടസ്സമൊന്നും അവർക്കത് പ്രശ്നമല്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മലയോര ജനതയുടെ ഒരുപക്ഷെ പ്രതിഷേധം അത്ര ഫലവത്തല്ല. അതുമല്ലെങ്കിൽ അവരൊരു ഒരു പരിധിക്കപ്പുറം പ്രതിഷേധിക്കുകയല്ല, അവർ പറയുന്നത് കേട്ടിരുന്നോളും എന്നുള്ള ഒരു മനോഭാവം അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ എന്താണെങ്കിലും ഇവർ ജനകീയ പ്രക്ഷോഭത്തെ ഭയപ്പെടേണ്ടതാണ്, അല്ലെ ജനങ്ങളെ ഭയപ്പെടേണ്ടതാണ്. അവർക്ക് മലയോര ജനത ഒന്നും ചെയ്യലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയല്ലേ അവരിത് കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാത്തത്. അതിന്റെ വസ്തുതയാണ്, അതായത് ലെവലിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സ്റ്റിപ്പുലേഷൻസിനെ ഈ പറഞ്ഞ പോലെ ആവശ്യമുണ്ട് മാറ്റാവുന്നതൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ ഉദ്യോഗസ്ഥരുടെ അധിക പ്രഷർ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് മിനിസ്റ്ററുടെ ഷെയറിലേക്ക് വരുമെന്നുള്ള ഒരു ഭീതിയൊക്കെ ഉണ്ടാവാം. അവർ പരിധി കഴിഞ്ഞിട്ട് അതൊക്കെ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് മാറുന്നതാണ് ഒരു രീതി. നേരത്തെ ശശീന്ദ്രൻ കാര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇടതുമുന്നണി ശക്തമായ തീരുമാനങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റിന് പ്രത്യേകിച്ച് കാട്ടുപന്നിയൊക്കെ ഒരു പവർ കൊടുത്തിട്ടുള്ളത് അവിടെയും കണ്ടീഷൻ, ആ കണ്ടീഷൻസിൽ വരുത്താനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം ഇപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ മണ്ണെണ്ണ ഒഴിച്ചത് ഒക്കെ എത്രമാത്രം ശാസ്ത്രീയമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ അവരുടെ ദേശീയ മൃഗത്തെ സംഖ്യ കുടുംബം വെച്ച് നിർത്തുന്ന സമയത്ത് അവയുടെ മാംസം ആവശ്യമായ അവര് കൊമേഴ്സ്യൽ ഉപയോഗിക്കാറുള്ളതാണ്. ഇവിടെ അങ്ങനെ ഈ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കളയുന്നതിനേക്കാൾ അല്ലെങ്കിൽ കുഴിച്ചിടുന്നതിനേക്കാൾ എത്രയോ ഫലപ്രദമായിരിക്കും മാർക്കറ്റിൽ കൊടുക്കുകയും അതേപോലെ തന്നെ ഗണ്യമാക്കി മാറ്റുമ്പോൾ അത് സർക്കാരിന്റെ ഖജനാവിലേക്ക് വലിയൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. നേരെ മറിച്ച് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യും. ഇത് നാട്ടിലേക്ക് ഇറങ്ങി ശല്യമുണ്ടാക്കുന്നവരുടെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഫോറസ്റ്റിലേക്ക് കടന്നുകയറ്റം നടത്തുന്ന അത്തരം നിയമങ്ങളൊക്കെ എന്തും നമ്മൾ ഫോറസ്റ്റ് നിയമങ്ങളെ എന്നും മാനിക്കുന്നവരാണ്. പരമാവധി നിയമങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ് ജനങ്ങൾ. പക്ഷെ ഈ പ്രക്ഷോഭങ്ങൾക്ക് ജനങ്ങൾ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഈ ഒരു ടെററൈസ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ആംഡ് ഫോഴ്സ് ഏതാണല്ലോ അത് ജനത്തെ ഭീതിയുടെ എന്നുള്ളത്. ഒരു വനനിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേരിൽ എല്ലാ വകുപ്പുകളും കേസെടുത്തിട്ട് ആ വ്യക്തി പിന്നെ ജീവിതത്തിൽ നേരെ നടക്കാൻ പറ്റാത്ത രൂപത്തിലാക്കുന്ന തരത്തിൽ നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ പെടുത്തുമ്പോൾ ആൾക്കാർക്ക് ഭയമാണ്. ഈ ഭയം പക്ഷെ പരിധി കഴിയുമ്പോൾ ലിമിറ്റ് അല്ലെങ്കിൽ ആ ലിമിറ്റ് കഴിയുമ്പോൾ ജനം തിരിയുമെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഈ ഭയത്തിന്റെ ചട്ടക്കൂടിൽ എത്ര കാലം ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും?
2004 പുൽപ്പള്ളിയിൽ നടന്ന സംഭവത്തിൽ ധാരാളം പേരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഇന്നും പലരും അതിന്റെ പേരിൽ ബുദ്ധിമുട്ടാണ്, നിരപരാധികൾ പോലും. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഭീതിയിലൂടെ ജനങ്ങളെ ഒതുക്കാമെന്നൊരു ധാരണയും ഒരുപക്ഷെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനുണ്ടാവും. അത് ലെവലിലേക്കൊക്കെ ഒരുപക്ഷെ ഒരു പരിധിവരെ കൊണ്ടുവരാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ ചേർന്ന് നിൽക്കുന്ന ജനപ്രതിനിധികള് അവരാകുമ്പോൾ അത്തരത്തിലുള്ള പറയാനും ആദ്യ ജനത്തിന്റെ പക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ജീവിതം സാധ്യമാകുന്ന രൂപത്തിലുള്ള നിയമങ്ങളെ ാക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ള പുതിയ ഗവൺമെന്റ് ഒരു പക്ഷേ നമ്മുടെ പ്രതീക്ഷയും അതാണ്. പക്ഷെ ഭരണത്തിലെത്തി ഒരു മാസം കഴിഞ്ഞിട്ടും മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതിന് ഒരു കുറവ് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഫലത്തിൽ നമ്മൾ കാണുന്നത്. വളരെ നന്ദി, അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.